ലോകത്തെ മൊത്തം ജനസംഖ്യ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് അറൌണ്ട് 40% ആണ് ഫൈനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഒരു ജനറൽ ഒരു കൺസെൻസസ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡെവലപ്പിംഗ് നേഷൻസിന്റെ കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ചില നേഷൻസിൽ അറൌണ്ട് 80% ആണ് ആ ഫൈനാൻഷ്യൽ ഇല്ലിറ്ററസിന്റെ റേറ്റ്. ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2021 ജൂണിൽ RBI പുറത്തിറക്കിയ ഒരു ബുള്ളറ്റിൻ പ്രകാരം അർബൻ ഡ്വല്ലേഴ്സ്, അതുപോലെ തന്നെ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ റിട്ടയർഡ് എംപ്ലോയീസിന് സാധാരണ ആളുകളെക്കാളും ഡെയിലി വേജസ് എംപ്ലോയീസിനേക്കാളും കുറെ അധികം ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ട്. ഈ പറയുന്ന നോർമൽ ആളുകൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണെന്ന് അവർ കണ്ടുപിടിച്ചു. ഓൾസോ മെൻ കൺസിസ്റ്റന്റ്ലി ഔട്ട്സ്കോർ വിമൻ. എന്തായിരിക്കും ഇതിനൊക്കെ കാരണങ്ങൾ? നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് ഈസ് 15 ways to increase your financial IQ. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ IQ ഉണ്ടോ? തുടർന്ന് വീഡിയോ കാണുക, കണ്ടുപിടിക്കുക. ദിസ് ഈസ് പാർട്ട് 1. ഈ വീഡിയോയിൽ നമ്മൾ 7 പോയിന്റ് ഡിസ്കസ് ചെയ്യും. ഞാനാണ് ടിൻസോബ്രോ. ദിസ് ഈസ് ടിൻസോബ്രോ ടോക്സ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പ്രൊഡക്ടിവിറ്റി മേഖലകളിലുള്ള നല്ല നല്ല ടോപ്പിക്സ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ടൈമിന് വാല്യൂ തരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയുകയാണ്. നമുക്ക് പോയിന്റ് നമ്പർ 1 കിടക്കാം. അണ്ടർസ്റ്റാൻഡ് ഫൈനാൻഷ്യൽ മെട്രിക്സ്. എന്താണ് ഫൈനാൻഷ്യൽ മെട്രിക്സ്? നമ്മുടെ എക്കണോമിയിൽ, നമ്മുടെ ബാങ്കുകളിൽ കൂടെയും മറ്റ് മീഡിയത്തിൽ കൂടെയും എങ്ങനെ പൈസ ഫ്ലോ ചെയ്യുന്നു എന്നുള്ള ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് എന്താണ്, ഇൻഫ്ലേഷൻ എന്താണ് എന്നൊക്കെയുള്ള ബേസിക്സ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മുടെ പൈസ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിസ്ക്സ് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. തുടർന്നുള്ള ഈ വീഡിയോ, നമ്മുടെ ഈ ഫൈനാൻഷ്യൽ IQ എന്നുള്ള വീഡിയോൻ്റെ ബേസിസ് ഇത് തന്നെ ആയിരിക്കും. തുടർന്നുള്ള വീഡിയോ നമുക്ക് പല പല പോയിന്റ്സ് ആയിട്ട് നമുക്ക് എന്താണ് ഇതിനോടുള്ള ബേസിക്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോൺസിന്റെയും ബോറോയിങ്സിന്റെയും ഫണ്ടമെന്റൽസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാങ്കുകളിൽ നിന്ന് നല്ല ബെറ്റർ ഡീൽസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാങ്കുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് നമുക്ക് ബെറ്റർ നെഗോഷിയേഷൻസ് ചെയ്യാനും നമ്മുടെ പൈസയെ പ്രൊട്ടക്ട് ചെയ്യാനും അവർ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, അല്ലെങ്കിൽ ബാങ്കുകാരായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് അവർ നമുക്ക് തരുന്ന ഓപ്ഷൻസ് നമുക്ക് കറക്റ്റ് ആണോ, നമുക്ക് എന്തെങ്കിലും അതിനകത്ത് നെഗോഷിയേഷൻ ചെയ്യാൻ കഴിയുമോ എന്ന് വരെ നമുക്ക് മനസ്സിലാകും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ഖത്തറിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് പൈസ എത്തിക്കണമല്ലേ. സോ ബാങ്ക് ത്രൂ എത്തിക്കുമ്പോൾ ബാങ്കിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, അവർക്കൊരു കട്ട് ഉണ്ടാവും, ഒരു കമ്മീഷൻ ഉണ്ടാവും. ആ കമ്മീഷൻ്റെ തുക ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ എങ്ങനെയാണ് ബാങ്കുകാരായിട്ട് ഡീൽ ചെയ്യുന്നത്, നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, എന്താണ് നമ്മൾ അവർക്ക് ഓപ്ഷൻ കൊടുക്കുന്നത് എന്നനുസരിച്ച് ഈ കമ്മീഷനിൽ ചില പൈസകൾ മാറും. സോ അത് നമ്മുടെ ഓവറോൾ ഒരു വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒക്കെ ഓവറോൾ ആയിട്ട് നമുക്ക് വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സ്മാർട്ടായിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, ബാങ്കിങ്ങിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, ബാങ്കുകാരായിട്ട് ബെറ്റർ നെഗോഷിയേഷൻസ് നടത്താനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. അതിന് ബാങ്കിങ് സിസ്റ്റം അറിയണം. ഫണ്ടമെന്റൽ ഫൈനാൻഷ്യൽ മെട്രിക്സിനെ പറ്റി നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ കൺസെപ്റ്റ്സ് പഠിക്കുന്നതുകൊണ്ട് വലിയ മാക്രോ എക്കണോമിക് കൺസെപ്റ്റ്സ് വരെ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനും എങ്ങനെ കറക്റ്റായിട്ട് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാമെന്നും നമുക്ക് ഈ ഫണ്ടമെന്റൽ മെട്രിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും. പോയിന്റ് നമ്പർ 2, മാസ്റ്റർ ദ റൂൾ ഓഫ് 72. അതായത് ദ റൂൾ ഓഫ് 72 എന്ന് പറയുന്നത് കമ്പൗണ്ടിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ്. നമ്മുടെ പവർ ഓഫ് കമ്പൗണ്ടിങ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഫോർമുലയാണ്. അതായത് 72 ഡിവൈഡഡ് ബൈ നമ്മുടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എത്ര വർഷം കൊണ്ട് നമ്മുടെ പൈസ ഇരട്ടിക്കുന്നുള്ള ഒരു നോർമൽ ഒരു ആവറേജ് റൂളാണ് കേട്ടോ. അതായത് കറക്റ്റ് റൂൾ ആയിരിക്കില്ല. അതിനകത്ത് ടാക്സസ്, ചാർജസ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും. വലിയ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ ഫോർമുല കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. എങ്കിലും ജനറിക് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂൾ ഓഫ് 72 ചെയ്താൽ മതി. 72 എന്തുകൊണ്ടാണ് 72 ഡിവൈഡ് ബൈ നമ്മുടെ FD കിട്ടുന്ന റേറ്റ് ഒരു 6% ആണല്ലേ. സോ നമ്മൾ ചെയ്യുമ്പോൾ 12 വർഷം, അതായത് 12 വർഷം കൊണ്ട് നമ്മൾ FD ഇട്ടിരിക്കുന്ന ഒരു പൈസ ഡബിൾ ആകും എന്ന് നമുക്ക് ഈ ഫോർമുലയിലൂടെ ജസ്റ്റ് ആവറേജ് ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചാൽ വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നു, പല ടൈപ്പുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു നമുക്ക് അറിയാതിരിക്കാം. അതുപോലെ തന്നെ ജുഡീഷ്യസ് ആയിട്ട് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു, നമുക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൺസെപ്റ്റ് നമ്മളെ ഇത് പഠിപ്പിക്കും. ഈ റൂൾ ഓഫ് 72 പഠിപ്പിക്കും. ഇത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സും നമ്മുടെ ടൈം ഫ്രെയിമും എത്രയാണെന്നുള്ളത്, നമ്മുടെ ഗോൾസും ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ നമ്മുടെ ടൈം ഫ്രെയിം എത്രയുണ്ട് എന്നുള്ളതാണ് റിലേഷൻഷിപ്പും നമുക്ക് ഈ ഫോർമുല മാസ്റ്റർ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാം. പോയിന്റ് നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾ കേട്ടിരിക്കാൻ വകുപ്പില്ലാത്തൊരു ടോപ്പിക്കാണ്. ബിഹേവിയറൽ ഫൈനാൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡ് ബിഹേവിയറൽ ഫൈനാൻസ്. സോ എന്താണ് ബിഹേവിയറൽ ഫൈനാൻസ്? നമ്മുടെ ഫൈനാൻസ് ഫീൽഡും സൈക്കോളജി ഫീൽഡും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു സ്റ്റഡിയാണ്
ബിഹേവിയറൽ ഫൈനാൻസ്. എന്താണ് ഈ സ്റ്റഡി കണ്ടുപിടിക്കുന്നത്? ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് കോഗ്നിറ്റീവ് ബയാസ് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഈ സ്റ്റഡിയുടെ ഒരു പർപ്പസ് തന്നെ. നമുക്ക് മെയിൻ ഫോക്കസ് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ആളുകൾ ഇറസ്പോൺസിബിൾ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നു ഡിസ്പൈറ്റ് ഹാവിംഗ് പെർട്ടിനന്റ് ഇൻഫർമേഷൻ. അതായത് ഒത്തിരിയധികം ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട് നമ്മുടെ ചുറ്റും. എന്തുകൊണ്ട് ആളുകൾ ഇറസ്പോൺസിബിൾ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നു, എന്തുകൊണ്ട് ഫ്രോഡ് തനത്തിലെല്ലാം പറ്റിപ്പോകുന്നു എന്നുള്ള ഒരു ഫോക്കസ് ആണ് ഈ സ്റ്റഡി മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ടിൻസോബ്രോ ടോക്സ് ചാനൽ കാണുന്നവർ ഒരിക്കലും ഇറസ്പോൺസിബിൾ ഡിസിഷൻസ് എടുക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ടു ടിൻസോബ്രോ ടോക്സ് ചാനൽ, ഒരു പ്ലഗിൻ ആണ്. ഓക്കെ, ബിഹേവിയറൽ ഫൈനാൻസ് പഠിക്കുന്നതിലൂടെ നമ്മൾ എടുക്കുന്ന ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില മെയിൻ ടോപ്പിക്സ് ബിഹേവിയറൽ ഫൈനാൻസ് ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടോപ്പിക്സും അറിയാം. ഒന്ന്, ഓവർ കോൺഫിഡൻസ് ആണ്. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത മോർ റിസ്ക്സ് എടുക്കുന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പം അത് ശരിയാകണമെന്നില്ല. അതുപോലെ തന്നെ കൺഫർമേഷൻ ബയാസ്. കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത്. അതായത് വളരെ നാരോ മൈൻഡഡ് ആയിരിക്കും അവരുടെ ചിന്താഗതി. ചില നമ്മുടെ ഓൾഡർ ജനറേഷൻസിനോടൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു പേടിയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, FD മതി, അത് മതി എന്നുള്ള ആറ്റിറ്റ്യൂഡുകളായിരിക്കും. ഇതിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലോസ് അവേർഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ നഷ്ടം വരുമ്പോൾ ടെൻഷനാണ്, ചെറിയ ലാഭം വരുമ്പോൾ അത് എക്സിറ്റ് ചെയ്യുന്നതാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ഇൻഫർമേഷൻ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് മാത്രം നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് മാത്രം ഡിസിഷൻസ് എടുക്കുന്നതിനാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ഹേർഡ് മെൻറ്റാലിറ്റി, നമ്മുടെ പിയേഴ്സ്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാരെല്ലാം എടുക്കുന്ന ഡിസിഷൻ മാത്രം നമ്മൾ എടുക്കുന്നു. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു എന്നുള്ള മെൻറ്റാലിറ്റിയും അത്ര ശരിയുള്ള മെൻറ്റാലിറ്റി അല്ല. റീസൻസി ബയാസ്, അതായത് റീസെൻ്റ് ആയിട്ട് വന്ന ഇൻഫർമേഷൻ കൊണ്ട് മാത്രം നമ്മൾ തുടർന്നുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ തുടർന്നുള്ള ഡിസിഷൻ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് ക്രാഷായി, എല്ലാവരും SIP നിർത്തി. അയ്യോ, മാർക്കറ്റ് ക്രാഷായി, SIP ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു റോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് ഈ റീസൻസി ബയാസ് കൊണ്ടാണ് വരുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ ടിപ്സ് നോക്കാം. എങ്ങനെയാണ് ഈ മേലെ പറഞ്ഞ സംഭവങ്ങളായിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നത്, എങ്ങനെ സ്മാർട്ടായിട്ട് നമ്മുടെ സെൽഫ് അവയർനെസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ബിഗ് ടിക്കറ്റ് പർച്ചേസ് ഒക്കെ വരുവാണെങ്കിൽ വെയിറ്റ് ഫോർ 72 hours ബിഫോർ യു മേക്ക് ദ ബിഗ് ഡിസിഷൻ. അതുപോലെ തന്നെ സീക്ക് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്, റിസർച്ച് ചെയ്യുക, കൂടുതൽ റിസർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് AI അതും ഇതൊക്കെ ഉണ്ടല്ലോ, കുറേ അധികം റിസർച്ച് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ AI ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ടുള്ള റിസർച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫൈനാൻഷ്യൽ IQ ഇൻക്രീസ് ചെയ്യുന്നതിന്. നിങ്ങൾ കുറേ അധികം ഡാറ്റ എടുക്കുക ടു ടേക്ക് ക്രിട്ടിക്കൽ ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. ഓൾസോ ഡിസിപ്ലിൻ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് SIPs ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ലോങ് ടേം പെർസ്പെക്റ്റീവ് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. ഓൾവേസ് മോണിറ്റർ യുവർ പ്രോഗ്രസ്. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ബിഹേവിയറൽ ഫൈനാൻസിനെ നമുക്ക് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻസിനെയും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫൈനാൻഷ്യൽ ഡിസിഷൻസിനെ നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. പോയിന്റ് നമ്പർ 4, സീറോ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ്. അതായത് ഈച്ച് റുപ്പി ഇൻ അവർ ഇൻകം ഷുഡ് ഹാവ് സ്പെസിഫിക് പർപ്പസ്. അത് ഒരു സ്പെൻഡിങ് ആയിരിക്കും, ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് നമ്മുടെ ഇൻകമിലേക്ക് നമ്മൾക്ക് വരുന്ന ഈച്ച് റുപ്പിക്ക് വേണം. അതാണ് ഈ സ്റ്റെപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ റൈറ്റ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മളെ ഈ സ്റ്റെപ്പ് പഠിപ്പിക്കും. കറക്റ്റായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ മേലുള്ള ഒരു ആംപ്ലിഫൈഡ് കൺട്രോൾ ബഡ്ജറ്റിംഗ് പഠിപ്പിക്കും. ബഡ്ജറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അതായത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്ക്രാച്ച് ഓൾ യുവർ ബഡ്ജറ്റ്, സ്ക്രാച്ച് ഓൾ യുവർ പ്ലാൻസ് ആൻഡ് സ്റ്റാർട്ട് ഫ്രം സീറോ. ആദ്യം നിങ്ങളുടെ ഇൻകം കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ എക്സ്പെൻസ് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങളുടെ അലോക്കേഷൻ, നിങ്ങളുടെ മണി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള മണി അലോക്കേറ്റ് ചെയ്യുക. ആക്ച്വലി ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു യുവർ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി യുവർ എക്സ്പെൻഡിച്ചർ. അതാണ് ഒരു ഫോർമുല നമുക്കിവിടെ ഓർത്തിരിക്കാൻ പറ്റുന്നത്. കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക. നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മണി എവിടെ ബ്ലീഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ സ്പെൻഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത്ര നിങ്ങളിവിടെ ചിലവാക്കി, ഇത്ര നിങ്ങളിവിടെ ചിലവാക്കി. ബഡ്ജറ്റിംഗ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വലിയ ഒരു ബേർഡ്സ് ഐ വ്യൂ നിങ്ങളുടെ ഫൈനാൻഷ്യസിൽ കിട്ടും. നിങ്ങളുടെ പൈസ ഒന്നും വെറുതെ പോകില്ല. എല്ലാ പൈസയ്ക്കും പർപ്പസ് ഉണ്ടാകുകയും ചെയ്യും. പോയിന്റ് നമ്പർ 5, കേസ് സ്റ്റഡീസ് ഓൺ ഫൈനാൻഷ്യൽ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്.
നമുക്ക് എന്താണ് കേസ് സ്റ്റഡീസ്, ഫൈനാൻഷ്യൽ സക്സസും ഫെയിലിയേഴ്സും പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് പ്രൈസ്ലെസ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടും. ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഓരോ ഫൈനാൻഷ്യൽ ജേർണിയുടെ അല്ലെങ്കിൽ ഓരോ ക്രൈസിസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സക്സസ് സ്റ്റോറീസും പഠിക്കണം, നമ്മൾ ഫെയിലിയേഴ്സും പഠിക്കണം. നമുക്ക് കറക്റ്റ് പാറ്റേൺസ് മനസ്സിലാവും. നമ്മൾക്ക് എന്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ക്രൈസിസ് വന്നു, എന്ത് ഡിസിഷൻസ് ആ കമ്പനിയുടെ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ഡിസിഷൻസ് സക്സസ്സിലേക്ക് ലീഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെജൻഡറി ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് അവരുടെ സ്റ്റോറീസ് പഠിക്കുക, വാറൻ ബഫറ്റിനെ പറ്റി അവരുടെ സ്റ്റോറീസ് പഠിക്കുക. അതുപോലെ തന്നെ ആമസോൺ, ആപ്പിൾ തുടങ്ങിയ വലിയ വലിയ കമ്പനികളുടെ സ്റ്റോറീസ് പഠിക്കുക, അവരുടെ ഹിസ്റ്ററി പഠിക്കുക, അവരുടെ ഡിസിഷൻ മേക്കിംഗ് പഠിക്കുക, അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് വളരെ അധികമുള്ള ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫെയിലിയേഴ്സ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ജെറ്റ് എയർവേസ് ഉണ്ട്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്. ഈ കമ്പനികളുടെയും ഈ കമ്പനികളുടെ ഡിസിഷൻസിനും ഇവരുടെ ഫെയിലിയേഴ്സിനും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പഠിക്കുക നമ്മുടെ ഫൈനാൻഷ്യൽ ജേർണിയിൽ വളരെയധികം ഹെൽപ്ഫുൾ ആവും. ഫൈനാൻഷ്യൽ ക്രൈസിസ് 2008 പറ്റി പഠിക്കുക. അതുപോലെ തന്നെ .com ബബിളിനെ പറ്റി പഠിക്കുക. ഓൾസോ കാറ്റസ്ട്രോഫിക് ഡിസിഷൻ മേക്കിംഗ് എറേഴ്സ് എവിടെ ഉണ്ടായി എന്നുള്ളതും കൂടെ പഠിക്കുക. നമുക്ക് ഈ കമ്പനികൾ പഠിക്കുന്നതിലൂടെ, ഈ കമ്പനികളുടെ ഫെയിലിയർസ് സ്റ്റോറീസ് പഠിക്കുന്നതിലൂടെ എക്സസീവ് ലിവറേജിനെ പറ്റി മനസ്സിലാവും, ഡിസ്റപ്റ്റീവ് കോമ്പറ്റീഷനെ പറ്റി മനസ്സിലാവും. അതുപോലെ തന്നെ ഫ്രോഡ് ആൻഡ് ഗവൺമെൻറ് ലാപ്സസ്, ഇതൊക്കെയാണ് കാരണങ്ങൾ. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മിസ്റ്റേക്സ്, ഇതൊക്കെയാണ് ഈ കമ്പനികളുടെ ഫൈനാൻഷ്യൽ ഫെയിലിയേഴ്സിനുള്ള കാരണമായത്. നമ്മുടെ പേഴ്സണൽ ജേർണിയിൽ ഈ കേസ് സ്റ്റഡീസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ മിസ്റ്റേക്സ് ഒന്നും നമുക്ക് വരികയില്ല, നമുക്ക് അറിയുകയും ചെയ്യാം, നമുക്ക് കുറേ അധികം ഇൻസൈറ്റ്സ് കിട്ടുകയും ചെയ്യും. നമുക്ക് പോയിന്റ് നമ്പർ 6 കിടക്കാം. ലേൺ ടു റീഡ് ഫൈനാൻഷ്യൽ ന്യൂസ് ക്രിട്ടിക്കലി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. നമുക്ക് ന്യൂസ് വരുന്നത് ന്യൂസ് പേപ്പറിലൂടെയോ മാഗസിൻസിലൂടെയോ മാത്രമല്ല, എല്ലായിടത്തും ന്യൂസാണ്. പല ആളുകൾ പല ന്യൂസുകളായിട്ട് പുതിയ ആളുകൾ വരുന്നു. എന്താണ് ഇപ്പോഴത്തെ ന്യൂസ് നമ്മുടെ ഇതിലേക്ക് എത്തിക്കുന്ന മെയിൻ ഒരു കാരണം? അത് സെൻസേഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഹോട്ട് ടോപ്പിക് ആയിരിക്കണം. ഈ സെൻസേഷണൽ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ എല്ലാവരും നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് ക്ലിക്ക് ബൈറ്റ് ടൈറ്റിൽസ് ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ക്ലിക്ക് ബൈറ്റ് ടൈറ്റിൽസിൻ്റെ ഉള്ളിൽ വലിയ കാമ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ അടിപൊളിയാണ്, പ്രസൻറ്റേജ് ചെയ്തിരിക്കുന്ന പാക്കേജ് അടിപൊളിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം ഒരു കഴമ്പുമില്ലാത്ത ന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യവുമില്ലാത്ത ന്യൂസ് ആയിരിക്കും. ആക്യുറേറ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കുകയുമില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് ഫൈനാൻഷ്യൽ ന്യൂസ് എങ്ങനെ ക്രിട്ടിക്കലി റീഡ് ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാം? സ്ക്രൂട്ടിനൈസ് ദ സോഴ്സ്, അതായത് ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്, സോഴ്സ് കറക്റ്റ് ആണോ, നിങ്ങൾ കൺസിഡർ ചെയ്യുക ആ സോഴ്സിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്ലുവൻസ്. അതായത് ചില അഡ്വർടൈസേഴ്സ് ഇവർക്ക് പൈസ കൊടുക്കുമല്ലോ, ആ അഡ്വർടൈസേഴ്സിൻ്റെ പോളിസികളൊക്കെ പ്രകാരം ചിലപ്പം അവർക്കെതിരെ ഈ ന്യൂസ് കമ്പനിക്ക് അല്ലെങ്കിൽ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ന്യൂസ് സോഴ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റില്ല. വളരെ ബേസിക് ആണല്ലോ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഉണ്ടാകും. അവർക്കെതിരെ ന്യൂസ് കൊടുക്കാനും പല ന്യൂസ് ഏജൻസികളും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയാസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചാനൽസും ഹെസിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് വരുന്ന സോഴ്സിനെ ക്രോസ് റെഫറൻസ് ചെയ്യുക. അതായത് പല സോഴ്സസ് ഉണ്ട്, പല ഇൻഫർമേഷൻസ് ഉണ്ട്, അവരെ എല്ലാം എടുക്കുക, ഫിൽട്ടർ ചെയ്യുക, ക്രോസ് റെഫറൻസ് ചെയ്യുക. നമുക്ക് ഏകദേശം പിക്ചർ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനും ഈ ക്രോസ് റെഫറൻസിങ്ങും പല സോഴ്സസിനകത്തു നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുന്നതിലൂടെ നമുക്ക് പറ്റും. ഓൾസോ ഒരു ഡൈവേഴ്സ് വ്യൂ പോയിന്റ് നമുക്ക് കിട്ടും. ഒരു സോഴ്സ് എസ് പറയുന്നു, ഒരു സോഴ്സ് നോ പറയുന്നു. എന്തുകൊണ്ടാണ് ഇവർ എസ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നോ പറഞ്ഞത്? കുറച്ച് ചിന്തിക്കാനുള്ള സമയങ്ങൾ കൊടുക്കുക. ഒരു ന്യൂസ് മാത്രം കൺസ്യൂം ചെയ്യാതെ പല ന്യൂസ് സോഴ്സസ് കൺസ്യൂം ചെയ്യുക. അതിൽ നിന്ന് ഒപ്പോസിറ്റ് വ്യൂസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. അതുപ്രകാരം ഡിസിഷൻസ് എടുക്കുക. അതായത് മെയിനായിട്ട് വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഒപ്പീനിയൻസ് എല്ലാവർക്കും പറയാം, എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അതിനെ ബാക്ക് ചെയ്യുന്ന ഡാറ്റ ഉണ്ടോ എന്ന് കൂടി ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഉള്ള ഇൻഫർമേഷൻ മാത്രം ഫൈനാൻഷ്യൽ വേൾഡിൽ കൺസ്യൂം ചെയ്യുക. പോയിന്റ് നമ്പർ 7, ചലഞ്ച് യുവർ സെൽഫ് വിത്ത് ഫൈനാൻഷ്യൽ എക്സ്പെരിമെൻറ്റ്സ്. അതായത് ഫൈനാൻഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ നോളജ് ടെസ്റ്റ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റെസീലിയൻസ് ടെസ്റ്റ് ചെയ്യാനും ചില എക്സ്പെരിമെൻറ്റ്സ് ആവശ്യമാണ്. നമുക്ക് എന്നും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും ഇമ്പ്രൂവ് ആകില്ലല്ലോ. ചെറിയ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാം. നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് എടുക്കാം. പല എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ബഡ്ജറ്റിങ്ങിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, എക്സ്പെൻഡിച്ചറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, ഇൻവെസ്റ്റിങ്ങിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾ ബേസ്ഡ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് അവർ കംഫർട്ട് സോണിലുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് നിങ്ങൾക്കിപ്പോൾ FD മാത്രമേ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾക്ക് ചെറിയ ഒരു നാരോ മൈൻഡ്നെസ് ഒക്കെ ഉണ്ട്, ഓക്കെ, നോ പ്രോബ്ലം. ചെറിയ ഒരു
സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയോ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്രേഡിംഗ് തുടങ്ങിയോ, ചെറുതായിട്ടൊന്ന് ബിറ്റ് കോയിൻ തുടങ്ങിയോ, വളരെയധികം റിസ്ക് ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യുക. നിങ്ങളുടെ ഫൈനാൻസ് ചെയ്യുന്നതിന് അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. നിങ്ങളുടെ സൈഡ് ഹസൽസിൽ എക്സ്പെരിമെന്റ് ചെയ്തോ. ഇപ്പോൾ ഞാൻ സൈഡ് ഹസൽസ് പലതും എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഈ യൂട്യൂബ് എൻ്റെ ഒരു സൈഡ് ഹസലാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ പുക വരുന്ന പ്രൊഡക്റ്റ്, അത് എൻ്റെ ആമസോണിൽ ഞാൻ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു ആമസോൺ സ്റ്റോറൊക്കെ ഉണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കോളൂ. അങ്ങനെയുള്ള സൈഡ് ഹസൽസ്, അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് ഫൈനാൻഷ്യൽ ജേണിയിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ജേണിയിലും വളരെയധികം ആവശ്യമാണ്. എന്താണ് നമുക്ക് ഈ ഫൈനാൻഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്? നമുക്കൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് കിട്ടും. നമുക്കൊരു ലേണിംഗ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നമ്മൾ സമീപിക്കാൻ തന്നെ. അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക, എന്താണ് നമ്മൾ എക്സ്പെരിമെന്റ് ശരിയാണോ അതോ തെറ്റാണോ. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ശരിയാണോ തെറ്റാണോ. നമുക്ക് സസ്റ്റൈനബിൾ അല്ല, നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചേഞ്ചസിന് വേണ്ടിയിട്ട് ഓപ്പൺ മൈൻഡഡ്നെസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ മൈൻഡഡ്നെസ്, ഈ ഓപ്പൺ മൈൻഡഡ്നെസ്സോടുകൂടി ചാനൽ കണ്ടു കഴിഞ്ഞാൽ പല ഇൻഫർമേഷൻസ് പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ 2 എപ്പിസോഡ് കപ്പിൾ ഫൈനാൻസിങ്ങിലെ ടിപ്സിനെ പറ്റിയായിരുന്നു. പേ ചെയ്ത ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ പറ്റി അവരെ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയാണ് കപ്പിൾ ഫൈനാൻസിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്, ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഈ വീഡിയോൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ IQ ഉണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. കീപ് പുഷിംഗ് ഇൻ ദി ജിം. ദിസ് ഈസ് ടിൻസോ ബ്രോ ടോക്സ്. സൈനിങ് ഓഫ്.